ഈ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ക്യാരക്ടർ പോസ്റ്റർ എഡിറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനും ഇതേപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഗൈസ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷ്യോ ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ പോയിട്ട് ഒരു റെഡ് കളർ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ സെൻറ്ററിൽ ഒരു വീതി കൂടിയ ലൈൻ രീതിയിൽ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊരു ബോർഡർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ താഴത്തെ ടൂൾ ബോക്സിൽ ബോർഡറിൽ വൈറ്റ് കളർ ചൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ റെട്രോ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു റേഡിയോ പോലത്തെ ഒരു സാധനം സെലക്ട് ചെയ്യുക. റേഡിയോ ആണെന്ന് അറിഞ്ഞൂടെ, എന്തായാലും ഇതേപോലത്തെ ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് നിങ്ങളിത് ചരിച്ചതിന് ശേഷം കറക്റ്റ് ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റെഡ് ലെയറിൻ്റെ അടിയിൽ വന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി നിങ്ങൾ സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത റെട്രോയിൽ ഈ ഒരു റെട്രോ ഫിലിം പോലത്തെ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഫ്രെയിം ഫുള്ളാവുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ആ ഒരു റെഡ് ലെയറിൻ്റെ അടിയിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഈ ഒരു ഇപ്പോൾ അപ്ലോഡാക്കിയ എഫക്റ്റ് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. അതിനായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റിൽ പോയിട്ട് സാച്ചുറേഷൻ സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഫുള്ള് നമ്മൾ -100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ മെയിൻ ഫോട്ടോ അപ്ലോഡ് ആക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ റിമൂവ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഡൗൺലോഡ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സാച്ചുറേഷൻ ഫുൾ -100 ആക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോ ഇതേപോലെ സെൻറ്ററിലാക്കിയിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങളുടെ ടെക്സ്റ്റ് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിന് നിങ്ങൾ മാച്ച് ആവുന്ന ഒരു ഫോണ്ട് നിങ്ങളുടെ ഫോണ്ടിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതൊരു മൈ ഫോൺസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സാധാ പിക്സാർട്ടിൻ്റെ സാധാ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ട് ഇതേപോലത്തെ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതേപോലത്തെ ഒരു ഫോണ്ടാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം ഈ ഒരു ഫോണ്ട് നമ്മൾ നേരെ ആ ഒരു റെഡ് ലൈനിൻ്റെ സെൻറ്ററിൽ മേളിലാക്കിയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ടെക്സ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ക്യാരക്ടർ ലെയറിൻ്റെ അടിയിൽ വന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെറ്റർ T ആണ്. അപ്പോൾ നമ്മൾ ആ Tയുടെ അടിയിൽ ഈ ഒരു പോർഷനിൽ കറക്റ്റ് ആ ഒരു Tയുടെ കണ്ടിന്യൂവേഷൻ പോലെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലോണം സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പെർഫെക്റ്റായിട്ട് വരും. ഓക്കെ, ഇനി നിങ്ങൾ ഇതേപോലെ എല്ലാ ലെറ്റേഴ്സിൻ്റെ അടിയിൽ ലെറ്റർ എക്സ്പാൻഡ് ചെയ്യണം ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക.